വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ തിരുനാളാണ്. ഭാരതത്തിലെ കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസ പൈതൃകത്തെ വളർത്തുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച ഒരാളാണ്. ഞാൻ ഫ്രാൻസിസ് സേവ്യറിനെ കുറിച്ച് വായിച്ച ഒരു പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വരി എഴുതിയിട്ടുണ്ടായിരുന്നു: പരിമിതമായ സുവിശേഷ പ്രവർത്തനമേ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന് ഭാരതത്തിൽ നടത്താൻ സാധിച്ചുള്ളൂ എന്നുള്ളത്. പക്ഷേ അങ്ങനെ അത് എഴുതപ്പെട്ടത് ഒരു പക്ഷേ ആ കാലഘട്ടങ്ങളിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെയൊക്കെ ഒരു ഇത് വഴിയായിട്ടായിരിക്കാം. പക്ഷെ ഇന്ന് അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. പരിമിതമായ ഒരു പ്രവർത്തനമല്ല ഇന്ന് ഫ്രാൻസിസ് സേവ്യർ ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷെ അന്ന് അത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളായിരിക്കും. പക്ഷെ ഇന്ന് അത് വളർന്നു പടർന്നു പന്തലിച്ച് നമ്മുടെ ഭാരതത്തിലെ കത്തോലിക്ക സഭയിലെ നല്ല ഒരു ശതമാനത്തിന്റെയും വിശ്വാസ പൈതൃകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരിൽ ഒരാളായിട്ട് ഫ്രാൻസിസ് സേവ്യർ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന് ഈശോയ്ക്ക് സാക്ഷ്യം നൽകുന്നതിനെ കുറിച്ചാണ് വചനത്തിൽ നമ്മൾ പറയുന്നത്. ഉറപ്പിച്ചു വെച്ചോ, നമ്മൾ ഈശോയെ കുറിച്ച് ഒരാളുടെ അടുത്ത് പറയുമ്പോൾ അത് നമ്മൾ ഈ പറയണ പോലെ ഏറ്റവും പരിമിതമായി പറയണ കാര്യമായിരിക്കും. ഒരു വാക്കായിരിക്കും പറയണേ, അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യമായിരിക്കും പറയണേ. പക്ഷെ അത് എങ്ങനെയൊക്കെ വളർന്ന് പടർന്ന് പന്തലിക്കുമെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ പരിമിതമാണ് എന്ന് വിചാരിച്ചു, ഇത്രയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഈശോയ്ക്ക് സാക്ഷ്യം നൽകുന്നതിൽ പുറകോട്ട് പോകാതിരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കട്ടെ. ഈ ക്രിസ്മസ് കാലത്തിൽ നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ചെയ്യണത് ചെറുതായിക്കോട്ടെ, പക്ഷെ അതിനെ വലുതാക്കാൻ ഈശോയ്ക്ക് അറിയാം. അതുകൊണ്ട് ആ ചിന്തയോടുകൂടി ഈശോയ്ക്ക് സാക്ഷ്യം നൽകാൻ നമ്മളെ കൊണ്ട് സാധിക്കട്ടെ. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.